അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കളിയാക്കും. ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 9:30 കറണ്ട് പോയിട്ട് 5 മണിക്ക് കറണ്ട് വന്നത്. ഇവിടെ ഫുള്ള് ലൈനുകൾ മാറ്റുക തോന്നുന്നുണ്ട്. എന്നും കറണ്ട് പോക്കാട്ടോ. കറണ്ട് പോയാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ ഇരുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് 2023 അങ്ങനെ അവസാനിച്ചേക്കാണ് അല്ലേ. ഇപ്പോൾ 2023 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് വിഷമമുള്ളതും എന്താ പറയുക സഹിക്കാൻ പറ്റാത്തതും പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷിക്കാനുള്ളതും ഒക്കെ ഉണ്ടായി. 2023 എന്തായാലും ഞാൻ മറക്കില്ല കേട്ടോ, ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ 2023 ഉണ്ടായിട്ട് ഇനി 2024 പഠിച്ചവൻ എങ്ങനെ നമുക്ക് വെച്ചേക്കണമെന്ന് അറിയില്ല. എന്തായാലും പഠിച്ചവൻ വെച്ച പോലെയൊക്കെ നമുക്ക് എന്തായാലും വരും. നമുക്ക് അതിനൊന്നും തടുക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിനായിട്ട് എല്ലാവരും ദുഹാ ചെയ്യാറ്. അപ്പൊ എല്ലാവരും ദുഹാ ചെയ്യാട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും 2023 ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഉണ്ടാവും. അപ്പം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരോടും ചോദിക്കാനില്ല. ഞാൻ കുഞ്ഞുനോടൊന്ന് ചോദിച്ചാലും കുഞ്ഞൂന് എങ്ങനെയായിരുന്നു 2023 കുഞ്ഞൂന് മറക്കാൻ പറ്റാത്തൊരു ദിവസം ഏതാ? മറക്കാൻ പറ്റാത്ത ദിവസം എന്ന് പറയുന്നത് നമ്മൾ വാഴാനിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു നിമിഷം ഒരിക്കലും മറക്കില്ലേ? അതാർക്കും മറക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ ഈ സമയത്ത് അവിടെ നിന്ന് പോകുന്നത് മഗ്‌രിബിൻ്റെ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അത് കണ്ട കുട്ടികൾക്ക് മറക്കാൻ പറ്റാത്തൊരു സമയങ്ങളും സന്ദർഭം മോൾക്കോ അതന്നെ. അത് ഓർമ്മ ഉണ്ടോ? അവർക്ക് പോകുന്ന സമയമൊക്കെ ഓർമ്മ ഉണ്ടോ? നമ്മൾ എന്നാ പോകുന്നത്? എന്നാ പോകുന്നത് മോളെ? ഡേറ്റൊന്നും അറിയില്ല. തല്ലൂടിയെന്ന് അല്ലേ? തല്ലൂട്ടം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതല്ലേ. അത് കാരണം തല്ലൂടിയത് എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല. എന്നും തല്ലൂട്ട് തന്നെ ഇരുന്ന് നമുക്ക് ആ വീഡിയോയിലൊന്നും പറയാൻ പറ്റാത്ത കാരണം നമ്മൾ മിണ്ടാതിരിക്കായിരുന്നു. അപ്പൊ പിന്നെ പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. 2024 പുതുവർഷമായി ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുവിന്റെ തീരുമാനങ്ങളൊക്കെ നമുക്ക് ചോദിച്ചോ കേട്ടോ. എന്റെ തീരുമാനം എന്താ? പഠിക്കണം. ഇപ്പൊ 9-10 വരാൻ പോകണം. നന്നായി പഠിക്കണം. ആ ചുട്ടന് തീരുമാനമൊക്കെ ഉണ്ടോ ചുട്ടാ? എന്താ തീരുമാനം ചുട്ടാ? പഠിക്കാം. പക്ഷെ മോൾക്കോ? അമ്പോ 2024 ടീച്ചറായിട്ടായി ഇരിക്കുന്നത്. അപ്പൊ 2024 അവൾക്ക് പഠിച്ചിട്ട് അവള് ടീച്ചറാവും. 2024 കൊല്ലല്ലേ? ചെലപ്പോ വളർന്നാല് അവളാവും അല്ലേ? പിന്നെ എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും ഓരോ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ചാനല് ഭയങ്കര മോശമായിട്ട് വരും കേട്ടോ. വ്യൂസ് വളരെ കുറഞ്ഞു വരും. ഇങ്ങനെ പോയാൽ നമ്മൾ ചിലപ്പോൾ ചാനൽ ഒഴിവാക്കേണ്ടി വരുന്നു തോന്നുന്നത്. ഭയങ്കരമായിട്ട് വ്യൂസ് കുറവായി. എല്ലാവർക്കും ഇഷ്ടം കുറഞ്ഞിട്ടാവില്ല എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാവർക്കും ഇപ്പൊ യൂട്യൂബ് ചാനൽ. അപ്പൊ കാരണം ചാനൽ കാണാൻ ആൾക്കാരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധ ഒട്ടുമിക്ക ആൾക്കാർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് കാരണം എന്താ പറയാ, ഇപ്പൊ ആദ്യമൊക്കെ വീട്ടമ്മമാരാണ് കൂടുതലും യൂട്യൂബ് ചാനലുകൾ കണ്ടിരുന്നത്. ഞാനൊക്കെ ഇതിന് അഡിക്റ്റ് ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവനായിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം. കുഞ്ഞൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചൊക്കെ കിട്ടില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പോ അങ്ങനെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതില് എന്തോരം കുറച്ച് സബ്സ്ക്രൈബർ 300 സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫുള്ള് കുക്കിംഗ് വീഡിയോ മാത്രമേ ഇട്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു RBS എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിലേക്ക് ഇറങ്ങിയപ്പോ ഓൺലൈനിന്റെ ബിസിനസ് അതിലിറങ്ങിയപ്പോ എനിക്ക് എല്ലാം കൂടി നടക്കില്ല. അതായത് കൊറോണ സമയത്തായിരുന്നു അത്.
അപ്പോൾ ഫോണാണെങ്കിൽ എപ്പോഴും ഹാങ് ആവുന്ന ഒരു ഫോണും, പിന്നെ ഇവർക്ക് പഠിപ്പൊക്കെ ഫോണിലല്ലേ വരിക, അങ്ങനെ വരും. പിന്നെ ERPSന്റെ ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനൽ, എല്ലാം കൂടി ഫോണിന് ഒരു ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കി വിട്ടു. പിന്നീട് ഒരു ചാനൽ പിന്നെ തുടങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവനിങ്ങനെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത്, റഷ്യക്ക് പോയ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് ഇവൻ നമുക്കൊരു ചാനൽ തുടങ്ങാന്ന് പറഞ്ഞത്. സംഭവം അപ്പോൾ തുടങ്ങി, അപ്പോൾ തന്നെ പൈസ കിട്ടിച്ചിട്ട് തുടങ്ങിയതല്ല. അപ്പോൾ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു സമാധാനമായിട്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ വ്യൂസുകൾ ഇങ്ങനെ നമ്മുടെ കൂടി വരുമ്പോൾ അവരുടെ ഓരോ കമൻറ്റുകൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു ആശ്വാസമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ യൂട്യൂബിൻ്റെ ഒരു ലോകമായിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വാഴാനിയിൽ. അങ്ങനെ ആ ഒരു സമയത്താണ് നമുക്ക് പിന്നെ അവിടെ നിന്ന് പോരേണ്ട ഒരു അവസ്ഥ വന്നത്. ഇപ്പം അൽഹംദുലില്ലാ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്ന് പോകുന്നതിൽ നമുക്ക് യാതൊരു നഷ്ടവും കേട്ടോ. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു വാടകയ്ക്കാണെങ്കിലും ആരും നമ്മളിപ്പോൾ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ ആരും ഇറങ്ങി പോകാനൊന്നും പറയില്ല. എന്താ പറയുക, അത് കാരണം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം, സമാധാനമായിട്ട് താമസിക്കാം. വാടക കൊടുക്കണം എന്നൊരൊറ്റ ഒരു ഇതുള്ളൂ, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഞങ്ങളതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, അതാ പറയാനുള്ളൂ. പിന്നെ എന്താ പറയുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. പിന്നെ ഒരുപാട് ഷോർട്സൊക്കെ ഇടാറുണ്ട്. ചിലവർക്ക് ഷോർട്സ് ഇഷ്ടാവുന്നുണ്ട്, ചിലർക്ക് ഷോർട്സ് ഇഷ്ടാവില്ല. നമ്മൾ ഷോർട്സുകൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കയറും ഷോർട്സ് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് ഇടുന്നത് കേട്ടോ. നമുക്ക് വ്യൂസ് വളരെ കുറവല്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്സ് ഒക്കെ ഇടുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബറൊക്കെ കൂടി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഇടുന്നത് കേട്ടോ. അതിനാർക്കും ദേഷ്യമൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു 2023 കടന്നു പോയത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ അറിയാം. ആ ആൾക്കാർ ഇന്നും നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തർ ഡെയിലി കമൻറ്റുകൾ അയക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇന്ന് ആ താത്ത മെസ്സേജ് കമൻറ്റ് ഇട്ടില്ലല്ലോ, ഇന്നിപ്പോൾ കമൻറ്റ് ഇട്ടില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടിരുന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അവർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൂടെ ഇതുവരെ കട്ടക്കായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ക്ലാസ്സിലില്ലേ ബേബി ടീച്ചർക്ക് ഒരു കുട്ടിയുടെ ചെക്കാതെ നന്ദിയാ. അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്, ഞാനിത് വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ കൂടെ പറയാമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ വീഡിയോ എടുത്തിട്ടില്ലെന്ന്. വീഡിയോ കറണ്ട് വരുമ്പോൾ തന്നെ 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ പണികളുണ്ടായിരുന്നു, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അലക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും ബൈ ബൈ.